കോഴിക്കോട് ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടെ കോഴിക്കോട് ബീച്ചിലെത്തുന്നവരെ ഏറെ ആകർഷിച്ചിരുന്ന ബീച്ച് ലയൺസ് പാർക്ക് ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. പാർക്കിന്റെ സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പീപ്പിൾസ് ആക്ഷൻ ഗ്രൂപ്പ്. പാർക്കിലെ കളി ഉപകരണങ്ങളും മറ്റു യന്ത്രങ്ങളുമെല്ലാം പ്രവർത്തനരഹിതമായിട്ട് കാലമേറെയായി. ഇവിടം കാടുപിടിച്ചു തുടങ്ങിയതോടെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു. പകൽ സമയത്ത് പോലും ആളുകൾ ഇവിടെ എത്തി മദ്യപിക്കുന്ന സ്ഥിതിയാണ്. കൂടാതെ മാലിന്യം തള്ളുന്ന സ്ഥലമായും ഇവിടം മാറിയിരിക്കുന്നു. ബീച്ചിലേക്ക് എത്താനുള്ള എളുപ്പവഴി കൂടിയാണ് പാർക്ക്. പാർക്കിന് ചുറ്റിലും ഇരുമ്പിൽ തീർത്ത സുരക്ഷാവേലികൾ തകർന്നിട്ടുണ്ട്. ബീച്ചിൽ നടക്കുന്ന മേളകളുടെ ഭാഗമായി സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് ബീച്ച് ഭാഗത്തെ മതിലുകളുടെ പല ഭാഗങ്ങളും പൊളിച്ചിട്ട സ്ഥിതിയാണ്. കോവിഡ് വ്യാപനത്തിന് മുമ്പ് വരെ പാർക്ക് തുറന്നു പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് അടച്ചുപൂട്ടി. തുടർന്ന് നടത്താനിരുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് ടൂറിസം വകുപ്പിന്റെ ഫണ്ട് വൈകിയതാണ് പ്രവൃത്തികൾ അവതാളത്തിലാക്കിയത്. ഇതോടെ കോർപ്പറേഷൻ ബജറ്റിൽ അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാർക്ക് നവീകരണം നടത്താൻ തീരുമാനമെടുത്തു. എന്നാൽ അതും നടപ്പായില്ല. ഇനി കോർപ്പറേഷൻ പറയും, പിന്നെ അത് പൈസ വേറെ എന്തെങ്കിലും പോകും. ഇതിനകത്തേക്ക് അലോട്ട് ചെയ്ത പൈസ തന്നെയായിരിക്കും ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിലവാക്കുന്നത്. ഇതിൻ്റെ ബാക്കിലൊക്കെ നോക്കിയാൽ അറിയാം, നല്ലൊരു പാർക്കായിരുന്നു. ഇപ്പോൾ വീതി പണ്ട് ചെറുതായിരുന്നു, പിന്നെ വീതി കൂട്ടി ഇത്രത്തോളം വലുതാക്കി. ഇവിടെ ഇതൊരു ഫൗണ്ടിനായിരുന്നു. ആ ഫൗണ്ടിനൊക്കെ നശിച്ച് ഭയങ്കര കഷ്ടമായി പോയത്. കുട്ടികൾ ഈ ചെറു പിഞ്ച് കുട്ടികൾക്ക് നഗരത്തിൽ പുറത്തു പോകാൻ ഒരു സ്ഥലമില്ല. ഇപ്പം കുട്ടികൾ ഫുൾ ടൈം ഈ വാട്സപ്പിന് മുകളിൽ കളിക്കുക. ഇതിനൊക്കെ മാറ്റം കിട്ടാൻ വേണ്ടി ഇതുപോലെ പാർക്കിലൊക്കെ വന്നാൽ കുട്ടികൾ കളിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു. വായിക്കാൻ ഇടം, കളി ഉപകരണങ്ങൾ, കുളം, 6 അടി ഉയരമുള്ള എലിവേറ്റഡ് ട്രാക്ക് തുടങ്ങിയവ ബീച്ച് ലയൺസ് പാർക്കിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി 7.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു. സൗന്ദര്യവൽക്കരണത്തിനായി 5.25 കോടി രൂപയും പാർക്ക് നവീകരണത്തിനായി 2.25 കോടി രൂപയുമാണ് എസ്റ്റിമേറ്റിലുള്ളത്. നവീകരണ പ്രവൃത്തികൾ ഉടനുണ്ടാകുമെന്ന് കോർപ്പറേഷൻ അധികാരികൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. ഇതോടെയാണ് ലയൺസ് പാർക്ക് സംരക്ഷണ സമിതി ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തുന്നത്. കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. അങ്ങനെ പാർക്ക് നശിക്കുന്നു എന്നത് മാത്രമല്ല, നവീകരണം വൈകുന്നതോടെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയിരിക്കുകയാണ് ഇവിടം എന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രതികരണങ്ങളിലേക്ക്. രാത്രികാലങ്ങളിലൊക്കെ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം വെച്ചാൽ അനാശാസ്ത്ര പ്രവർത്തനം വരെ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഒന്നത് വെളിച്ചമില്ല. വെളിച്ചം ഒരു വലിയൊരു ഘടകമാണ്. അപ്പോൾ ഒരു കാലത്ത് ഈ എല്ലാ വൈദ്യുത അലങ്കാരങ്ങളോടും കൂടി നിന്ന ഈ ഒരു പാർക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്തുകൊണ്ട് എന്ന് മനസ്സിലാവുന്നില്ല. ജനങ്ങളെ കബളിപ്പിക്കുക. കോഴിക്കോടിനെ സംബന്ധിച്ചോളം ഇന്നിപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ, ഒരു ആളുകൾക്ക് പിന്നെ വൈകുന്നേരം വന്ന് ഇരിക്കുവാനൊക്കെ ഉള്ള ഒരു പാർക്ക് ഇത്രയും മോശമായ രീതിയിൽ പിന്നെ ഞാൻ വരുന്ന സമയത്ത് അവിടെ ലോറിയാണ് ഈ പാർക്കിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു കാര്യവും ചെയ്യില്ല. കോർപ്പറേഷൻ തീരെ ഒരു കാര്യം ഇതിനെ വേണ്ടിയിട്ട് ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടി പാപ്പാടെ സാമൂഹ്യ വിരുദ്ധന്മാരും മറ്റുള്ളവരും കൂടി ഇവിടെ ചുറ്റിക്കളിക്കുന്ന രൂപങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിന് തക്കതായ പരിഹാരങ്ങളുണ്ടായി മുന്നോട്ട് വരണം.